ഇന്നപ്പോഴേ വൈകുന്നേരത്തേക്ക് കൊത്തു പൊറോട്ട കേട്ടാ. ഇന്നിപ്പോൾ ഈ ചൂണ്ടൻ്റെ കൂടെ ഇപ്പം ഞാൻ ദേ പൊറോട്ട ആവിയേറ്റം വെച്ചിട്ട് ഫ്രിഡ്ജിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ പാപ്പിക്കുട്ടന് വയ്യാന്ന് പറഞ്ഞപ്പോൾ ചേട്ടായുടെ പപ്പയമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചു. അതായിട്ട് ആവിയേറ്റം വെച്ചത്. പിന്നെ ഞാൻ 2 സബോള ഇത്തിരി വെളുത്തുള്ളിയായിട്ട് എടുത്തത്. അപ്പം ഞാൻ അതെല്ലാം കൂടി ഒരുമിച്ച് ചോപ്പറിലിട്ട് അരിയുണ്ടല്ലോ. അപ്പം ഞാനത് ചെയ്യണ കണ്ടപ്പോൾ തൊട്ട് മോൾക്ക് അത് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആക്കാനൊന്നും പറ്റണില്ല. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്തു. സാധാരണ പാപ്പിക്കുട്ടന് വന്നിരിക്കേണ്ടതാണ്. പിന്നെ അവന് വയ്യാത്ത കാരണം അവൻ അവിടെ TV കണ്ടിരുന്നു കേട്ടാ. പിന്നെ ഞാൻ എനിക്ക് തോന്നണ പോലെയൊക്കെ ആയിട്ട് വെച്ച്. ഇങ്ങനെ ഇനിയാണോ കൊത്തു പൊറോട്ട ഉണ്ടാക്കാന്ന് വെച്ചാൽ എനിക്കറിയില്ല. 2 മുട്ട എടുത്തു കേട്ടാ. സവോള വഴറ്റാൻ പറ്റിയിട്ട് പിന്നെ ഞാൻ മുട്ടയിൽ ഇത്തിരി ഉപ്പിട്ട് കലക്കി വെച്ചു. പിന്നെ സവോള വഴറ്റുമ്പോൾ വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ, പച്ചമുളക് ഒന്നും ഇട്ടില്ല, പിള്ളേർക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആവി കയറ്റിയപ്പോൾ പൊറോട്ട ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. വേഗം അതൊക്കെ അങ്ങനെ ആക്കി വെച്ചു. പൊടികൾ ഞാൻ എന്നിട്ടെ മുളക് പൊടിയും പിന്നെ എന്നിട്ട് ഗരം മസാലയും മീറ്റ് മസാല മാത്രം ഇട്ടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഒന്നും ഇട്ടില്ല. എനിക്ക് നേരത്തെ തോന്നണതൊക്കെ എടുത്തിട്ടു. പിന്നെ മുട്ട കുത്തി പൊരിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ പൊറോട്ട ഇട്ടു. പിന്നെ അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തോന്നലുകളല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടൊമാറ്റോ സോസും സോയ സോസും ഇത്തിരി ഒഴിച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ ഇളക്കി കൂട്ടി. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, രസം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് സാമ്പാറൊക്കെ ആയിരുന്നല്ലോ. പിന്നെ വേറെ കറിയൊന്നും വെക്കേണ്ടത്, ഇതിങ്ങനെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കി. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് പൊറോട്ട മേടിച്ചൊന്നുമല്ല കേട്ടാ. എന്നിട്ട് പിന്നെ ഞങ്ങൾ 3 ആളും കൂടി കഴിക്കാൻ പോയി. ചേട്ടായി വരില്ല എന്ന് പറഞ്ഞു, ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അവിടെ വർക്ക് ചെയ്യണോട്ട് ചേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ടപ്പോൾ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 ആളും കൂടി കഴിക്കായിരുന്നു കേട്ടാ. ഈ ചിനുവിന് എന്തായാലും നന്നായിട്ട് ഇഷ്ടമായിട്ട് കേട്ടാ. കണ്ടില്ലേ, പക്ഷെ പാപ്പിക്കുട്ടൻ എന്താണോ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ 3 ആളും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടാ.